എല്ലാവർക്കും നമസ്കാരം. ടെലിഫോൺ എറ്റിക്കറ്റ്, ടെലിഫോൺ മര്യാദ, അതായത് ഒരു ഇൻകമിങ് കോള്, ഔട്ട് ഗോയിങ് കോള് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് വിഷയം. ഇപ്പോൾ ഇത് എൻ്റെ ഫോണാണ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. അത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നുന്നുണ്ടാകും. ഈ ഫോണിന് പല ആൾക്കാരും അവകാശികളുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഫോൺ ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ടപ്പെട്ടവരെ, എനിക്ക് ആവശ്യമുള്ളവരെ വിളിക്കാനും എന്നെ മറ്റുള്ളവർക്ക് വിളിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നേക്കാം, എൻ്റെ ഫോണാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും, എൻ്റെ ഇഷ്ടമാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള ഡയലോഗുകൾ കേൾക്കാം. പക്ഷേ ഇതൊരു ശരിയായ ആറ്റിറ്റ്യൂഡ് അല്ല. അപ്പോൾ ആദ്യമായിട്ട് ഇൻകമിങ് കോൾസിനെ പറ്റി പറയാം. അതായത് നമുക്ക് റിസീവ് ചെയ്യുന്ന കോൾസ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളൊരു ഫോൺ റിങ് ചെയ്യുമ്പോൾ ആ ഫോണ് എത്രയും പെട്ടെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതൊരു നല്ലൊരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കാരണം അദ്ദേഹം വിളിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾക്കറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുകൊണ്ട് മാക്സിമം നമ്മൾ 3 ടൈംസ് റിങ് ചെയ്യുന്നതിൽ കൂടുതൽ റിങ് ചെയ്യാൻ നമ്മളുടെ ഫോണിന് അനുവദിക്കരുത്. പിന്നെ നമ്മൾ മൂഡ് ഔട്ടായ സമയത്ത് ഒരു കോൾ വന്നാൽ ആ മൂഡ് ഔട്ട് എന്താണോ, നമ്മൾ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള മൂഡ് ഔട്ട് ആയിരിക്കാം, അത് ഈ കോൾ ചെയ്ത ഈ ഫോൺ വന്ന ഇയാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കരുത്. അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് നമ്മളുടെ മൂഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ ഫോണ് അറിയാതെ ഓട്ടോ ഡയൽ ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ അവർ സംസാരിക്കുന്ന കോൺഫിഡൻഷ്യലായിട്ട് പലതും അവരുടെ കുടുംബത്തിൽ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സുമായിട്ടുള്ള ചില കാര്യങ്ങളും സംസാരിക്കുന്ന ആ രഹസ്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക. പെട്ടെന്ന് നമ്മൾ ഫോണ് കട്ട് ചെയ്യുക മാത്രമല്ല, അവരെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുകയും വേണം. അതൊരു സാമാന്യ മര്യാദയാണ്. നമ്മളൊരു ഫോണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും. അങ്ങനെ തിരക്കിലാണെങ്കിൽ ആ വന്ന കോൾ ഒരിക്കലും പെട്ടെന്ന് തിരക്കിലാണെന്നും പറഞ്ഞിട്ട് ഡിസ്കണക്ട് ചെയ്യരുത്. അദ്ദേഹത്തോട് പറയുക, ഞാനിപ്പോൾ തിരക്കിലാണ്, വല്ലതും പറയാനുണ്ടെങ്കിൽ, അർജൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ സംസാരിക്കാം എന്ന് ഉള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുക. അല്ലാതെ ഒന്നും പറയാതെ ഞാൻ തിരക്കിലാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത്. കാരണം അദ്ദേഹം വിളിച്ചത് എന്തിനാണെന്ന് നമ്മൾക്കറിയില്ല. ചിലപ്പോൾ ചില മരണവാർത്തകൾ അറിയിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് നിങ്ങളുടെ സഹായം അറിയിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എമർജൻസി കാര്യം പറയാനായിരിക്കാം. അപ്പം അതുകൊണ്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ എമർജൻസി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സംസാരിച്ചിട്ടേ ഫോണ് ഡിസ്കണക്ട് ചെയ്യാവൂ. ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളുടെ ഫോണ് മറ്റേ ബന്ധുക്കളോ മറ്റാരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്കിലാണെങ്കിൽ തിരിച്ച് വിളിക്കാമെന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അല്ലാതെ അദ്ദേഹം തിരിച്ച് വിളിക്കട്ടെ, വീണ്ടും അദ്ദേഹം വിളിക്കട്ടെ എന്ന് നമ്മൾ കരുതിയിരിക്കരുത്. നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം ചില കോള് അറ്റൻഡ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. കാരണം അവരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യമായിട്ട് വീണ്ടും അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം. അത് കാരണം നമ്മൾ വേണ്ട, അവരുടെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കാണാറുണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ അവിടെ വിഡ്ഢികളാകേണ്ടി വരും. അദ്ദേഹം വേറൊരു സിമ്മിൽ പോയിട്ട് വിളിച്ചാൽ പോരെ,
അപ്പോൾ അവിടെ നിങ്ങൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അയാളുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ മനഃപൂർവ്വം നമ്മൾ കോള് അവോയ്ഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവരോട് പറയുക, അറ്റൻഡ് ചെയ്തിട്ട് പറയുക, ലുക്ക് ഇങ്ങോട്ട് വിളിക്കരുത്, ഇനി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് വ്യക്തമായിട്ട് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും നമ്മൾ വിഡ്ഢികളാകേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തതായി നമ്മൾ ഔട്ട്ഗോയിങ് കോൾസ്, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന കോൾസ്, അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കിലാണോ എന്ന് അന്വേഷിക്കുക. തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ, ഉറങ്ങാൻ പോവുകയാണെങ്കിൽ, ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരോട് പറയാൻ ഞാൻ പിന്നെ വിളിച്ചോളാം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമ്മൾ വിളിച്ചത് വല്ല റോങ് നമ്പറിലേക്കും പോയെങ്കിൽ, അവർ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാം. സോറി പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാവൂ. അല്ലാതെ റോങ് നമ്പർ ആണെന്ന് അറിഞ്ഞ ഉടനെ ക്ലോസ് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഉദ്ദേശിച്ച ആളെ വിളിക്കുകയാണെങ്കിൽ വീണ്ടും ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എ മിസ്റ്റേക്ക് റിപ്പീറ്റഡ് മോർ ദാൻ വൺസ് ഈസ് എ ഡിസിഷൻ. അതായത് നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് മീൻസ് അത് നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്യുന്ന എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോങ് നമ്പർ ഡയൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അവരെ വിളിക്കുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരാളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ആ ശബ്ദം അവരെയും കൂടി കേൾപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ചില ആൾക്കാർ അങ്ങനെ കാണാം, അതായത് എന്തെങ്കിലും ചവച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, എന്നിട്ട് ഈ ഫോൺ റിസീവ് ചെയ്ത് സംസാരിക്കുന്ന അദ്ദേഹവും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ആ ചവക്കുന്നതും ആ ചായ കുടിക്കുന്ന ശബ്ദവും ഇതെല്ലാം അവരെ കേൾപ്പിക്കുക. അത് ഒരു നല്ല ആറ്റിറ്റ്യൂഡ് അല്ല. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചില കുട്ടികളിലെല്ലാം കണ്ടുവരുന്നൊരു സ്വഭാവം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ഫോണിൽ എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അവർ ഫോണിൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം നമ്മൾ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവർ ഫോണിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു ഇൻസൾട്ടിങ്ങും കൂടിയാണ്. കാരണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യുകയാണെങ്കിൽ അവരോട് പറയാം, ലുക്ക് എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്, അതുകൊണ്ട് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യുക അവരുടെ സംസാരം. അല്ലെങ്കിൽ ഫോണ് നിങ്ങൾ തൽക്കാലം ക്ലോസ് ചെയ്ത് അയാൾ പറയുന്നത് ശ്രദ്ധിക്കുക. അല്ലാതെ അയാളെ സംസാരം കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു ശരിയായ നടപടിയല്ല. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന വളരെ വേദനിപ്പിക്കുന്ന ചില സംഭവം, അതായത് ഈ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ചിട്ട് നമ്മൾ റൂഡായിട്ട് സംസാരിക്കുക. കാരണം അവിടെ നമ്മൾക്കറിയാം ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്പനിയുടെ പോളിസി കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളതാണ്. ആ പോളിസി ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു അധികാരം, ആ ഒരു ആ ഒരു പവറ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അത് തികച്ചും ഒരു തെറ്റായ നടപടിയാണ്. എന്നാൽ ഈ ഓപ്പറേറ്റർ വളരെ ഭവ്യതയോടുകൂടി വളരെ കൂളായിട്ട് മറുപടി പറയുന്നുണ്ടാവും. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഓപ്പറേറ്റർക്ക് അവിടെ അങ്ങനെ സംസാരിക്കാൻ നിയമം അധികാരമുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ ഓപ്പറേറ്റർ ഫിമെയിലായാലും മെയിലായാലും അവർ
ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നത്. ഒരു ദിവസം എത്ര കോൾസ് അവർ അറ്റൻഡ് ചെയ്യണം? അതിലധിക കോൾസും ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഓപ്പറേറ്റർ എങ്കിൽ ജസ്റ്റ് അത്രയും ചിന്തിച്ചാൽ മതി. എന്തായിരിക്കും ഇപ്പം നമ്മളുടെ പെങ്ങളോ നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ മക്കളോ ആണ് ഈ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമോ? അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മൾക്കൊരു അധികാരം പവർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്, ഇത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം പലപ്പോഴും ഇത് ജനറലായിട്ട് ഞാൻ പറയുകയാണ്. ചില ഹോട്ടലിൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ സപ്ലയേഴ്സിനോട് പെരുമാറുന്നത് കണ്ടാൽ ചിലപ്പം വളരെ സങ്കടം തോന്നും. കാരണം ഈ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ മുതലാളി പറഞ്ഞിരിക്കുകയാണ്, കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ്. കസ്റ്റമർ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം. അപ്പോൾ അത് മുതലെടുക്കുകയാണ് ഈ കസ്റ്റമേഴ്സ്. ചില കസ്റ്റമേഴ്സ് വളരെ റൂഡായിട്ട്, ഈ പ്ലേറ്റിൽ ഒരു പൊടി കണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഈ പ്ലേറ്റിന് ചൂടില്ലല്ലോ, ഈ ഫിഷ് ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലല്ലോ, അങ്ങോട്ട് എടുക്കൂ. ഈ പാവം സപ്ലയർ ഇതെടുത്ത് കൊണ്ടുപോയിട്ട് വളരെ ഭവ്യതയോടു കൂടി വളരെ സങ്കടത്തോടു കൂടി അത് കസ്റ്റമർ പറയുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ കിട്ടിയ പവർ അവിടെ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം തെറ്റല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എൻ്റെ ഒരു പെങ്ങളാണ്, അല്ല എൻ്റെ ഒരു ബ്രദറാണ് ഈ സപ്ലയർ എങ്കിൽ നിങ്ങൾ ആ ബ്രദറിനോട് ഇങ്ങനെ പറയുമോ? പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഫോൺ ഓപ്പറേറ്റർ നമ്മൾ ഫോൺ വിളിച്ചിട്ട് റൂഡായിട്ട് സംസാരിക്കുക, എന്നിട്ട് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വൈറലാക്കി വിടുക, ഇതൊക്കെ അട്ടർ നോൺസെൻസ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഞങ്ങൾ കുടുംബവുമായി ഇവിടെ അബുദാബിയിലുള്ള ഒരു ഹോട്ടലിൽ വളരെ മുമ്പാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ, വൈഫ്, കുട്ടികളും മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ പോയിരുന്നു, ഭക്ഷണം ഓർഡർ ചെയ്തു. ഹോട്ടലിൻ്റെ പേര്, ആ ഹോട്ടൽ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഒരു 8-10 വർഷം മുമ്പാണ്. ഭക്ഷണം വന്നു. ഫസ്റ്റിൽ കട്ട്ലേറ്റാണ് വന്നത്. കട്ട്ലേറ്റ് വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കട്ട്ലേറ്റ് എടുത്തു, കടിച്ചു. അതിനകത്ത് നമ്മൾ ഈ ഗ്ലാസിൻ്റെ അടിയിലുള്ള ആ പീസ് കംപ്ലീറ്റ് ഈ കട്ട്ലേറ്റിൻ്റെ അടിയിൽ, ആ കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ തന്നെ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞാനിത് കടിച്ചപ്പം ഗ്ലാസ്, ഞാൻ സപ്ലയറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്ത് സംഭവിച്ചു? സോറി സാർ. സപ്ലയർ നമ്മളെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിത് കുക്കിനോട് പറയും. കാരണം കുക്ക് ഇത് ചെയ്യുമ്പോൾ അറിയാതെ പറ്റിയതായിരിക്കാം, പക്ഷേ അയാളെ അത് അറിയിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വേറെ വരുന്ന കസ്റ്റമർക്ക് കൂടി ഇത് വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് കുക്കിനെ കാണിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് വേറെ കട്ട്ലേറ്റ് റീപ്ലേസ് ചെയ്ത് വേറെ ഭക്ഷണം കൊണ്ടുവന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പൈസ കൊടുത്ത് ഇറങ്ങി പോന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴും ഈ സപ്ലയർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാനിത് കൗണ്ടറിൽ പറയുമോ, അതല്ല മാനേജറെ വിളിച്ച് പറയുമോ? കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കുക്കിൻ്റെ ജോലി പോവും, അല്ലെങ്കിൽ അവരെ നല്ല 2 തെറി കിട്ടും. അതുകൊണ്ട് നമുക്കെന്താ നേട്ടം? നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത്, അങ്ങനെ ചെയ്താൽ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ
Bye from MV Motivates.